ഹലോ പ്രിയപ്പെട്ട +2 അറബിക് എക്സാമിൻ്റെ വേണ്ടി തയ്യാറെടുക്കുന്ന ഏറ്റവും അവസാന നിമിഷത്തിലുള്ള എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ഞാൻ നിങ്ങൾക്ക് വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് മുഴുവനും പഠിക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുന്ന കുറേ കുട്ടികളുണ്ടാവും. എന്നാൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഇതിൽ നിന്ന് എന്തായാലും നിങ്ങൾ ഏകദേശം ഒരു 52 മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റുന്ന, എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ള ചില മേഖലകളാണ് സാറ് പറയാൻ പോണത്. നോക്കാം നമുക്ക്. ഒന്ന്, ഉമ്മു സലമയെ കുറിച്ചിട്ടുള്ളൊരു എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനോ പാരഗ്രാഫോ അതല്ലെങ്കിൽ എസ്സേ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യങ്ങൾ ധൈര്യമായിട്ട് പഠിച്ചു പോയിക്കോളൂ. ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ എന്തായിരുന്നാലും നിങ്ങളുടെ നാളത്തെ എക്സാമിന് വരും. അതേപോലെ തന്നെ മറ്റൊന്ന്, അറബി ഭാഷയുമായി ബന്ധപ്പെട്ട ചെറിയൊരു പാരാഗ്രാഫ് നിങ്ങൾ പഠിച്ചു പോയിക്കോളൂ. അത് പാരാഗ്രാഫായിട്ടോ അതല്ലെങ്കിൽ വൺ വേർഡുകളോ അതല്ലെങ്കിൽ ട്രാൻസ്ലേഷനായിട്ട് എന്തായാലും നിങ്ങൾക്ക് നാളത്തെ എക്സാമിനുണ്ടാവും. ദെൻ മറ്റൊന്ന്, നിങ്ങൾക്ക് ഹമൂദയുടെ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചു പോയി ആണെങ്കിൽ അത് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ടോ സന്ദർഭം എഴുതാനോ പാരാഗ്രാഫ് എഴുതാനോ അല്ലെങ്കിൽ പിന്നെ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ആയിട്ട് ഏതെങ്കിലും ക്വസ്റ്റ്യൻ ആയിട്ട് ഇതിൽ നിന്നൊരു ചോദ്യം നാളെ എന്തായിരുന്നാലും നിങ്ങൾക്ക് എന്തുണ്ടാവും, എക്സാമിനുണ്ടാവും. ഒന്നുകിൽ വൺ വേർഡ് എന്തായാലും ഉറപ്പാണ്. അല്ലെങ്കിൽ മറ്റൊന്ന്, മുഷബ്ബഹ് ബിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ധൈര്യമായിട്ട് പഠിച്ചു പോയിക്കോളൂ. ഗ്രാമറിൽ എന്തായാലും ചോദിക്കാൻ സാധ്യത 4 മാർക്കിനോ 3 മാർക്കിനോ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മറ്റൊന്ന്, മാലി മുലാരി അംറ് നഹി, ഇതുമായി ബന്ധപ്പെട്ട ബോക്സ് ഫില്ല് ചെയ്യാനോ വൺ വേർഡ് ക്വസ്റ്റ്യൻ ഫില്ല് ചെയ്യാനോ മാച്ച് ചെയ്യാനോ ബ്രാക്കറ്റ് എടുത്ത് എങ്ങനത്തെ ഒരു ക്വസ്റ്റ്യന് ഒരു 4 മാർക്കിനോ 3 മാർക്കിനോ 2 മാർക്കിനൊക്കെ എന്ത് ചെയ്യും, ചോദിക്കാൻ വളരെ സാധ്യത ഉണ്ട്. അതേപോലെ തന്നെ മറ്റൊന്ന്, പിന്നെ ലഹരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഭാഗം നിങ്ങൾ ധൈര്യമായിട്ട് പഠിച്ചു പോയിക്കോളുന്നത് സ്റ്റേറ്റ്മെൻറ്റ് മാച്ച് ചെയ്യാനോ പാരഗ്രാഫ് എഴുതാനോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് എന്തായാലും നിങ്ങൾക്ക് നാളത്തെ എക്സാമിന് നിങ്ങൾക്ക് കാണാൻ കഴിയും. മറ്റൊന്ന്, നിങ്ങൾ മഅന അൽ മർക്കസിയ അല്ലെങ്കിൽ റിസാലത്തുൽ മർക്കസിയ ഫിക്റത്തുൽ മർക്കസിയ ഏതെങ്കിലും ഒരു കവിത തന്നിട്ട് അതിൻ്റെ ഉള്ളടക്കം എഴുതാനുള്ള ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. അതുകൊണ്ട് ആ ഒരു മഅന അൽ മർക്കസിയ ഉള്ളടക്കം എഴുതാനുള്ള ഒരു പിന്നെ എങ്ങനെയാണ് എഴുതേണ്ട വാക്കുകളും സെൻറ്റൻസും നിങ്ങൾ പഠിച്ചു പോകണമെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉറപ്പായി വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ. മറ്റൊന്ന്, ലൊമീർ കണ്ടെത്താനുള്ള, അത് പാരഗ്രാഫ് അല്ലെങ്കിൽ പിന്നെ മാച്ച് ദ ഫോളോയിങ് ആവാം, ബോക്സ് ഫില്ല് ചെയ്യാനാവാം, അതല്ലെങ്കിൽ ബ്രാക്കറ്റ് എടുത്ത് എഴുതാനാവാം, പൂരിപ്പിക്കാനാവാം. എങ്ങനെയെങ്കിലുമൊക്കെ ഈ ഒരു ലൊമീർ കണ്ടെത്താനുള്ള ക്വസ്റ്റ്യൻസ് നാളത്തെ എക്സാമിന് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും. മറ്റൊന്ന്, ഇതേപോലെ സന്ദർഭം എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് ഇതിൽ പിന്നെ കൂടുതൽ സാധ്യത ഉള്ളത് ഉമ്മു സലമയുടെ ചാപ്റ്ററുമായി ക്വസ്റ്റ്യൻ, ഇതും എന്തായാലും 4 മാർക്ക് വരാൻ സാധ്യത ക്വസ്റ്റ്യൻ ആണ്. മറ്റൊന്ന്, മുബത്തദ് ഖബർ ഗ്രാമർ ഭാഗത്ത് ചോദിക്കുന്ന അല്ലെങ്കിൽ മുബത്തദ് ഖബർ ഒക്കെ എന്തായാലും 3 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ഗ്രാമറുകൾ ഈ വേരിയങ്ങൾ എന്തായാലും പഠിച്ചു പോയിക്കോളൂ. മറ്റൊന്ന്, ലുഅത്തുൽ അറബിയെ കുറിച്ചിട്ടൊരു പാരഗ്രാഫ് അല്ലെങ്കിൽ എസ് 8 മാർക്കിന് എസ് ഉണ്ടാകും. വൺ വേർഡ് എല്ലാം കൂടി ഏറ്റവും ചുരുങ്ങിയത് ടോപ്പിക്കുകൾ പഠിച്ചു പോയാൽ 8 + 4 + 2 12 മാർക്ക്, പിന്നെ 14 മാർക്ക് വരെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് അറബി ഭാഷയെക്കുറിച്ച്. നിങ്ങൾ ധൈര്യമായിട്ട് പഠിച്ചു വെക്കോളൂ. എസ്സയിലൊന്നും മിക്കവാറും ഇതായിരിക്കും. ദെൻ മറ്റൊന്ന്, അതേ ടോപ്പിക് തന്നെ വരുന്നതാണ് അറബി ഭാഷയോടുള്ള കവിക്കുള്ള ഇഷ്ടം സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. എസ്സയിലോ പാരഗ്രാഫിലോ എന്തായാലും ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. ഓക്കെ. ദെൻ നമ്മൾ പിന്നെ സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ട് നെഗറ്റീവും പോസിറ്റീവും വേർതിരിക്കാനുള്ള ക്വസ്റ്റ്യൻ 6 മാർക്കിനും 4 മാർക്കിനും സ്ഥിരമായി വരുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ നിങ്ങൾ ഈ പോയിന്റ്സ് പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ധൈര്യമായിട്ട് പഠിച്ചു പോയിക്കോളും. മറ്റൊന്നൊരു പാരഗ്രാഫ് തരുന്നു, നിങ്ങൾക്ക് അതിൽ നിന്ന് ഉത്തരം കണ്ടെത്താനുള്ള ചോദ്യം എന്തായാലും പ്രാക്ടീസ് ചെയ്ത് പോയിക്കോളൂ. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്തായാലും നാളത്തെ എക്സാമിന് ഉണ്ടാവും. മറ്റൊന്ന്, സ്ഥിരമായി ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചോദിക്കുന്നുണ്ട്, അക്കങ്ങൾ തന്നിട്ട് അതിന് അക്ഷരത്തിലേക്ക് മാറ്റാനും അക്ഷരങ്ങൾ തന്നിട്ട് അക്കത്തിലേക്ക് മാറ്റാനും ഡേറ്റുകൾ മാറ്റാനുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ 2 മാർക്കോ 4 മാർക്കോ ഇതിൽ നിങ്ങൾക്ക് വരാം. ദെൻ മറ്റൊന്ന്, ആശംസ കാർഡുകൾ ഉണ്ടാക്കാനുള്ള ക്വസ്റ്റ്യനും സ്ഥിരമായി കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, എക്സാമിൽ വന്നുകൊണ്ടിരിക്കുന്നത്. സോ 3 മാർക്കിന് നിങ്ങൾക്ക് വളരെ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ 52 മാർക്ക് ഏകദേശം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ ഇതൊക്കെ ആദ്യം ഉറപ്പ് വരുത്തിയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ മാർക്കിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ എക്സാം മാറും. ഓക്കെ. അപ്പോൾ ആ രീതിയിൽ പഠിക്കുക. ഓക്കെ. എജുപോർട്ടിൻ്റെ ലൈവ് ക്ലാസ് വരാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് എഴുതേണ്ടത്, ഇതിൽ എത്ര എഫക്റ്റീവായി മാർക്ക് വാങ്ങാം എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ന് ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. സോ ലൈവിന് നേരത്തെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂട്ടി നിങ്ങൾ വരിക. എജുപോർട്ടിൻ്റെ ലൈവ് ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്താ, അറബിക് ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയ സത്യസന്ധമായ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻസും നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. നമുക്ക് എന്ത് ചെയ്യാം, ലൈവിൽ കാണാം. ഓൾ ദ ബെസ്റ്റ്. ബൈ. അസ്സലാമു അലൈക്കും.